ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇത് ഒരു കാശ്മീരി സ്റ്റൈൽ ചിക്കൻ യാക്നി പുലാവാണ്. ഇതിന് വേണ്ടി നമ്മളിവിടെ 1 കിലോഗ്രാം ചിക്കൻ, 3 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി ഊറ്റി വെക്കണം. പിന്നെ ഇത്രയും സ്പൈസസ് ആണ് എടുക്കുന്നത്. വെളുത്തുള്ളിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തൊലി കളയേണ്ട ആവശ്യമില്ല, പുറമെ ഒന്ന് കഴുകിയാൽ മതിയാവും. പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചിക്കനിലോട്ട് തട്ടുകയാണ്. അതിനുശേഷം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു നളപാചകമാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ബോളിവുഡിലെ ഫറാ ഖാൻ ഹിറ്റാക്കിയ ഒരു റെസിപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഈ ബിരിയാണി കഴിക്കുമ്പം നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നില്ലേ, അല്ലെങ്കിൽ ഒരു മട്ടിപ്പ്, അത് ഈ ഒരു സംഭവം കഴിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ മസാല പൗഡറുകളും കൂടുതൽ നെയ്യൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിൽ എരിവൊന്നും അങ്ങനെ ഇല്ല. പ്ലസ് നമുക്ക് ഈ സ്പൈസസിൻ്റെ എല്ലാ ഫ്ലേവറും ഇതിലുണ്ട്. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അതിനുശേഷം ഈ വെന്ത ചിക്കനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. പിന്നെ സ്റ്റോക്ക് നമ്മളൊരു സ്ട്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. ഈ പച്ചമുളക് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇത് നമ്മുടെ വേവിച്ച ചിക്കൻ, ഇത്രയും സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ബിരിയാണിയിലേക്കൊക്കെ ചെയ്യുന്ന പോലെ സവോളേനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്ത് അതിലേക്ക് ഇത്രയും കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ തൈര്. തൈര് ഇതിൽ എന്തായാലും ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. പിന്നെ ഈ ഒരു ഒനിയൻ ഫ്രൈ ചെയ്തത് അത് കംപ്ലീറ്റ് ആഡ് ചെയ്യരുത്, ഒരു ഹാഫ്. ഇനി വെള്ളം ആഡ് ചെയ്യണം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, അങ്ങനെ നമുക്ക് 4.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് 2 കപ്പ് ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 2.5 കപ്പ് നമ്മൾ നോർമൽ വാട്ടറും കൂടി ആഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്നു. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ചെറുനാരങ്ങ ഹാഫ് എടുത്ത് പിഴിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഈ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. നമ്മുടെ ചിക്കനൊക്കെ താഴെയായിട്ടാണ് സെറ്റായിട്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഉപ്പ് ഒന്ന് ജസ്റ്റ് നോക്കുക. അതിനുശേഷം ഒന്ന് ഈ ഒരു പരുവായി വരുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ്, ഇത്രയും നെയ്യ് മതിയാവും. ഇനി നെയ്യ് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട. പാത്രം അടച്ചു വെക്കുക, സിമ്മിലിടുക, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നല്ലൊരു സ്പെഷ്യൽ ഡിഷാണ്. നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതാ 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മന്തി റൈസിൻ്റെ ആ ഒരു പോലെ ഇരിക്കും, പക്ഷേ മന്തി റൈസിൻ്റെ ടേസ്റ്റ് അല്ല. ഇതിൽ കൂടുതലും ഈ ഒരു സ്പൈസസ് കിടന്നിട്ടുള്ള ആ ഒരു നല്ല ഫ്ലേവർ, ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫുഡാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ എരിവില്ല, പക്ഷേ ചിക്കൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു ഫ്ലേവർ അടങ്ങിയിട്ടുള്ള റൈസും ഒക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് പിക്കിളും മയണൈസും ചേർത്താണ് കഴിച്ചത്. സൂപ്പർ ഡെലീഷ്യസ് ആയിരുന്നു, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഒന്നും പറയാനില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.